ഞാൻ ഡോക്ടർ ജോബിൻ, കോട്ടയം ജനറൽ ആശുപത്രിയിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജനാണ്. ആനുവൽ ഇൻറ്റൻറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോറിലെ ജീവനക്കാർ സൂച്ചർ മെറ്റീരിയൽസിനെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അവയെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കുന്നതിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സൂച്ചർ മെറ്റീരിയൽസിൻ്റെ അബ്സോർബിലിറ്റി വെച്ചിട്ട് നമ്മൾ മെയിൻലി അവയെ മൂന്നായി തരംതിരിക്കുന്നുണ്ട്. അബ്സോർബിൾ, നോൺ അബ്സോർബിൾ ആൻഡ് ഡിലേഡ് അബ്സോർബിൾ, അങ്ങനെയാണ് നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നത്. ഇതിൽ അബ്സോർബിൾ സൂച്ചേഴ്സ് ഒരു 50 മുതൽ 90 ദിവസങ്ങൾക്കുള്ളിൽ ശരീരത്തിൽ പൂർണ്ണമായി ആഗിരണം ചെയ്യപ്പെടും. എന്നാൽ ഡിലേഡ് അബ്സോർബിൾ സൂച്ചേഴ്സ് ഒരു 5 മുതൽ 9 മാസം വരെ ശരീരത്തിൽ ഉണ്ടാവും. അതിനുശേഷം അത് അബ്സോർബ് ആവും. എന്നാൽ നോൺ അബ്സോർബിൾ സൂച്ചേഴ്സ് ആണെങ്കിൽ അവ ജീവിതകാലം മുഴുവൻ ആഗിരണം ചെയ്യപ്പെടാതെ കിടക്കും. അടുത്തതായി ഉള്ളത് അതിൻ്റെ ഫിലമെൻറ്റ് എണ്ണം വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. സൂച്ചേഴ്സിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അത് മോണോഫിലമെൻറ്റ് ആൻഡ് പോളിഫിലമെൻറ്റ് എന്നുള്ള രീതിയിലാണ്. പോളിഫിലമെൻറ്റിനെ നമ്മൾ ബ്രൈഡഡ് സൂച്ചേഴ്സ് എന്നും പറയാറുണ്ട്. മോണോഫിലമെൻറ്റ് സൂച്ചർ എന്നാൽ ഒറ്റ നാരേ അതിലുണ്ടാവുള്ളൂ. അതൊരു തലമുടയുടെ പോലെ ഒറ്റ നാരേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പോളിയമൈഡ്, പോളിപ്രൊപ്പിലിൻ, കാറ്റ്ഗട്ട് എന്നിവയൊക്കെ മോണോഫിലമെൻറ്റ് സൂച്ചറാണ്. എന്നാൽ പോളിഫിലമെൻറ്റ് സൂച്ചറാണെങ്കിൽ ഒരു മുടി പിന്നിയിട്ടേക്കുന്നത് പോലെ കുറേയധികം മോണോഫിലമെൻറ്റ് സൂച്ചേഴ്സ് കൂടിയുള്ള ഒരു സൂച്ചറാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പോളിഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ സിൽക്ക്, ഇതൊക്കെ ഒരു പോളിഫിലമെൻറ്റ് സൂച്ചറിൻ്റെ കൂട്ടത്തിൽ വരും. അവയെ ബ്രൈഡഡ് സൂച്ചേഴ്സ് എന്നും പറയാറുണ്ട്. കാരണം അത് ഈ പിന്നിയിട്ടേക്കുന്ന പോലുള്ള ഒരു സ്ട്രക്ചർ വെച്ചുകൊണ്ടാണ് അതിന് ബ്രൈഡഡ് സൂച്ചേഴ്സ് എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് നമ്മൾ പോളിഫിലമെൻ്റായ സിൽക്കായിരുന്നു കൂടുതലായും തൊലിപ്പുറമേയുള്ള സൂച്ചറുകൾ ഇടാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ മോണോഫിലമെൻറ്റ്, പോളിയമൈഡാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം പോളിഫിലമെൻറ്റിനേക്കാളും മോണോഫിലമെൻറ്റ് സൂച്ചറുകൾക്ക് ഇൻഫെക്ഷൻ റേറ്റ് കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മോണോഫിലമെൻറ്റ് സൂച്ചറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാനുള്ളത് സൂച്ചറിൻ്റെ സൈസാണ്. സൈസ് അല്ലെങ്കിൽ വ്യാസം വെച്ച് സൂച്ചർ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് 0 മുതൽ താഴേക്കും 0ക്ക് മുകളിലേക്കുമാണ്. 0ന് താഴേക്ക് വരുമ്പോൾ സൂച്ചറിൻ്റെ സൈസ് കുറഞ്ഞു വരും. അതായത് 0, 10, 20, 30, 40, 50, 60, 70 അങ്ങനെ പോകും. അതിൽ 0യെക്കാട്ടിയും വലുപ്പക്കുറവായിരിക്കും 20ക്ക്. അതുപോലെ 30, 20യെക്കാട്ടിയും വലുപ്പം കുറഞ്ഞതായിരിക്കും. 80, 70യെക്കാട്ടിയും വലുപ്പം കുറഞ്ഞതായിരിക്കും. അങ്ങനെ താഴേക്ക് പോകും. 24, 0 അവൈലബിൾ ആണ്. അതുപോലെ 0ക്ക് മുകളിലേക്ക് പോകുന്നതോറും 0യെക്കാട്ടിയും വലിപ്പം കൂടുതലുള്ള സൂച്ചേഴ്സ് ആയിരിക്കും. അതുപോലെ നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5. ഇതിൽ 5 ആണ് ഏറ്റവും വലിപ്പം കൂടിയ സൂച്ചർ. 5 0യെക്കാട്ടിയും നല്ല വലിപ്പം കൂടിയ സൂച്ചറാണ്. അത് കൂടുതലായിട്ടും ഓർത്തോപീഡിക് പ്രൊസീജിയേഴ്സിനാണ് നമ്പർ 5 സൂച്ചേഴ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു 50 വരെയൊക്കെ മാക്സിമം നമ്മൾ ജനറൽ പ്രാക്ടീസിൽ യൂസ് ചെയ്യാറുള്ളൂ. അതിൽ താഴേക്ക് പോകുന്തോറും 60, 70 ഒക്കെ വാസ്കുലർ സർജറി, പ്ലാസ്റ്റിക് സർജറി, ന്യൂറോ സർജറി എന്നിങ്ങനെയുള്ള കേസുകൾക്ക് മാത്രമേ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഒഫ്താൽമിക് സർജറിക്ക് അതുപോലെ 80 ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതിനാൽ സ്പെഷ്യലിസ്റ്റുള്ള ഹോസ്പിറ്റൽസിൽ അവയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളൂ. നമ്മുടെ PHCകളിലും CHCകളിലും ഒക്കെ ഇൻറ്റൻറ്റ് കൊടുക്കുമ്പോൾ കൂടുതലും 20, 30, 40 എന്നിങ്ങനെയുള്ള സൂച്ചേഴ്സ് മതിയാവും. സൂച്ചറിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇനിയിപ്പം നീഡിലിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നീഡിലിൻ്റെ ഷേപ്പ്, ടിപ്പിൻ്റെ ഷേപ്പാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ടിപ്പിൻ്റെ ഷേപ്പ് വെച്ചിട്ട് നീഡിലിനെ റൗണ്ട് ബോഡി, കട്ടിങ്, റിവേഴ്സ് കട്ടിങ്, ടേപ്പർ കട്ടിങ്, സ്പാറ്റുലേറ്റഡ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റൗണ്ട് ബോഡിയും കട്ടിങ്ങുമാണ്. റിവേഴ്സ് കട്ടിങ് യൂസ് ചെയ്യാറുണ്ട്. സ്പാറ്റുലേറ്റഡ് ഒക്കെ നമ്മൾ ഒഫ്താൽമിക് പ്രൊസീജിയേഴ്സിനെ യൂസ് ചെയ്യാറുള്ളൂ.
അതുപോലെ കട്ടിംഗ് സ്വിച്ചേഴ്സ് നമ്മൾ എപ്പോഴും കട്ടിയുള്ള ടിഷ്യൂസിൻ്റെ പിയേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ തൊലി സൂച്ചർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ കട്ടിംഗ് സ്വിച്ചേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ബോഡിക്കകത്തുള്ള സോഫ്റ്റ് ടിഷ്യൂസിൻ്റെ സൂച്ചറിങ്ങിന് വേണ്ടിയാണ് നമ്മൾ റൗണ്ട് ബോഡി യൂസ് ചെയ്യുന്നത്. സ്പാറ്റുലേറ്റഡ് ഒഫ്താൽമിക് പ്രൊസീജിയേഴ്സിന്, അതുപോലെ ടേപ്പർ കട്ടിംഗ് നമ്മൾ കാൽസിഫൈഡ് ടിഷ്യൂസ്, അതുപോലെ കാർഡിയാക് പ്രൊസീജിയേഴ്സ് എന്നിവയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നീഡിലിൻ്റെ നീളമാണ് അടുത്തായിട്ട് മെഷർ എഴുതിയിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു 13 മില്ലിമീറ്റർ, 26 മില്ലിമീറ്റർ എന്നിങ്ങനെ മില്ലിമീറ്റേഴ്സിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ നീഡിലിൻ്റെ കുഴിവ് സർക്കിളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എത്ര കുഴിവുണ്ടെന്നുള്ളത് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു 3/8 സർക്കിൾ, ഹാഫ് സർക്കിൾ എന്നിങ്ങനെ പല രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു സൂച്ചർ പാക്കിൻ്റെ അകത്ത് എത്ര നീഡിലുണ്ടെന്നും കൂടി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സാധാരണ വാസ്കുലർ പ്രൊസീജിയേഴ്സിനൊക്കെയുള്ള സൂച്ചേഴ്സിൽ 2 നീഡിൽ കാണും. അത് ഡബിൾ നീഡിൽ എന്നുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എന്നാൽ സിംഗിൾ നീഡിലുള്ളതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള രേഖപ്പെടുത്തലൊന്നും ഉണ്ടാകത്തില്ല. അത് സിംഗിൾ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. ഇതൊരു പോളിഗ്ലൈക്കോളിക് ആസിഡ് സൂച്ചർ, ബ്രൈഡഡ് ആണ്, അബ്സോർബിഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഇത് ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ നീഡിലിൻ്റെ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ 3/8 സർക്കിളാണ്, 16 മില്ലിമീറ്റർ നീളമുണ്ട്, കട്ടിംഗ് നീഡിലാണ്. അതുപോലെ ഇതൊരു 30 നീഡിലാണ്, 30 സൂച്ചറാണ്. അത് 45 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അടുത്ത എക്സാമ്പിളിൽ എഴുതിയേക്കുന്നത് 60 സൂച്ചർ, അതിൻ്റെ നീളം 13 മില്ലിമീറ്റർ, 3/8 സർക്കിൾ, റൗണ്ട് ബോഡിയാണ്. അതുപോലെ ഡബിൾ നീഡിലുണ്ടെന്നുള്ള അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ സൂച്ചറിൻ്റെ പ്രോപ്പർട്ടി ഇപ്പുറത്തെ സൈഡിലാണ് എഴുതിയിരിക്കുന്നത്. അത് നോൺ അബ്സോർബിൾ സർജിക്കൽ സൂച്ചറാണ്. അത് പ്രോലീൻ എന്നുള്ള അവരുടെ ബ്രാൻഡ് നെയിമാണ്. അത് താഴേക്ക് വരുമ്പോൾ സൂച്ചർ മോണോഫിലമെൻറ്റ് പോളിപ്രൊപ്പിലിൻ സൂച്ചറാണ്. അതിന് 70 സെൻറ്റിമീറ്റർ നീളമാണ്. മുമ്പ് വരെ നമ്മൾ നീഡിലും സൂച്ചറും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ നീഡിൽ സെപ്പറേറ്റായിട്ട് അതെടുത്തിട്ട് സൂച്ചർ അതിൽ കോർത്തിട്ട് ആണ് തൈര് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഒരുമിച്ച് തന്നെയാണ് വരുന്നത്. നീഡിലും സൂച്ചറും ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സൂച്ചർ ഒരു പ്രാവശ്യമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഡിസ്പോസിബിളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. ഒരു സൂച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഡിസ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫെക്ഷൻ റേറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സിൽക്കായിരുന്നു നമ്മൾ പണ്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സൂച്ചർ. അത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നൊരു എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതിൽ ഇൻഫെക്റ്റിവിറ്റി റേറ്റ് ഒത്തിരി കൂടുതലായിരുന്നു. ഇപ്പോൾ മോണോഫിലമെൻ്റ് ആയത് പിന്നെ നമുക്കിപ്പം ഇൻഫെക്ഷൻ റേറ്റ് കുറവാണ്. അതുപോലെ PHCകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സൂച്ചറുകൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു 20, 30, 40 ഇത്ര സൈസുള്ള സൂച്ചേഴ്സ് മതി. പിന്നെ ഫേസൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ 40 യൂസ് ചെയ്യാം. പിന്നെ കൈ, കാല് എന്നീ ഭാഗങ്ങളൊക്കെ സൂച്ചർ ചെയ്യാൻ വേണ്ടി നമുക്ക് 20 അല്ലെ 30 യൂസ് ചെയ്യാം. 30 ആണ് നല്ലത് കുറച്ചുകൂടെ. അത് സ്കാൽപ്പ് സൂച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 20 യൂസ് ചെയ്യാം. അതുപോലെ വെക്കേണ്ട സൂച്ചറുകൾ പോളി അമൈഡ്, പിന്നെ പോളിപ്രൊപ്പിലീൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഒരു 40 പോളിപ്രൊപ്പിലീന്. പിന്നെ ബോഡിക്ക് അകത്തെ ഭാഗങ്ങൾ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഒക്കെ സൂച്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 30 പോളിഗ്ലൈക്കോളിക് ആസിഡ് അത് വെക്കാം. പിന്നെ വായ്ക്കകത്തൊക്കെ സൂച്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോളിഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ ക്യാറ്റ് ഗട്ട്, ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യാം. അതിൻ്റെ എല്ലാത്തിൻ്റെ സൈസ് ഒരു 20 മുതൽ മാക്സിമം ഒരു 40 വരെ മതിയായിരിക്കും ഒരു PHC CSC ലെവലിലൊക്കെ. സൂച്ചർ പാക്ക് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് സംശയം ചോദിച്ചായിരുന്നു. സൂച്ചർ പാക്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ സൂച്ചർ മാത്രമുള്ള പാക്കാണ്. അതിൻ്റെ അകത്ത് നീഡിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നീഡിലിൽ കോർത്ത് ഉപയോഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രോ പ്രൊസീജിയേഴ്സിനൊക്കെ ഹാൻഡ് ടൈ നോട്ട്സ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ അത് ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ.
അതുകൊണ്ട് നമ്മുടെ സാധാരണ ഡെയിലി CSC BSc യൂസുകൾക്കൊന്നും ഈ സൂച്ചർ പാക്ക് ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല. അത് ഓർഡർ ചെയ്താലും അത് അവിടെ വെറുതെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഹയർ സെൻറ്റേഴ്സിൽ മാത്രമേ ഇപ്പോൾ സൂച്ചർ പാക്ക് കൂടുതൽ യൂസ് ചെയ്യാറുള്ളൂ. കോട്ടയം ജില്ലാ ആശുപത്രി സ്റ്റോറിലുള്ള അജിയുടെ പ്രേരണയും പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ സാധിച്ചത്. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. നന്ദി. പോളിഗ്ലൈക്കോളിക് ആസിഡ്, കാറ്റ്ഗട്ട്, പോളിഗ്ലീകാർപോൺ, പോളിഗ്ലാക്റ്റിൻ, പോളിഡയോക്സനോൺ ഇവയെല്ലാം അബ്സോർബിൾ സൂച്ചറുകളാണ്. എന്നാൽ പോളിപ്രൊപ്പിലിൻ, സർജിക്കൽ സിൽക്ക്, പോളിയാമൈഡ് ഇവ നോൺ അബ്സോർബിൾ സൂച്ചറുകളാണ്. ജില്ലാ ജനറൽ ആശുപത്രികളിലും അതുപോലെ മിക്ക താലൂക്ക് ആശുപത്രികളിലും സ്പെഷ്യാലിറ്റീസ് ഉള്ളതിനാൽ ആവശ്യമുള്ള മറ്റ് സൂച്ചറുകൾ എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഈ വീഡിയോ ആനുവൽ ഇൻഡന്റ് തയ്യാറാക്കുമ്പോൾ ഒരു ജനറൽ ഗൈഡ് ലൈനായി എല്ലാവർക്കും പ്രയോജനപ്പെടുത്താം എന്ന് ആശിക്കുന്നു. നന്ദി, നമസ്കാരം.